പാലക്കാടിന് വാളയാറെന്ന പോലെ കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്ക് വരാൻ പ്രധാനമായിട്ടും 3 വഴികളാണുള്ളത്. അതിൽ മെയിൻ കാസർഗോഡിൻ്റെ തലപ്പാടിയാണ്. മറ്റു രണ്ടെണ്ണം അത് നമ്മുടെ വയനാടിൻ്റെ മുത്തങ്ങയും കണ്ണൂരിൻ്റെ ഇരിട്ടിയുമാണ്. കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഇവിടെ വയനാട്ടിൽ നിന്നും ഇരിട്ടിയിലേക്കൊന്ന് യാത്ര ചെയ്ത് ഇരിട്ടിയും ചുറ്റുപാടും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ഈ യാത്ര തരപ്പെട്ടത്. ഇരിട്ടിയെക്കുറിച്ച് ഒറ്റ വാക്കി പറഞ്ഞാൽ കൂർഗ് വാലി എന്ന് പറയാം. കർണാടകത്തിൻ്റെ കുടക് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിൻ്റെ ഭൂപ്രദേശം, തീർത്തും കുടിയേറ്റ കർഷക ഗ്രാമപ്രദേശം. ജനസംഖ്യയിൽ ഭൂരിഭാഗവും തിരുവിതാംകൂറിൽ നിന്നുള്ള കുടിയേറ്റ കർഷകരാണ്. വീട്ടിൽ നിന്നിറങ്ങി മാനന്തവാടിയും പിന്നിട്ട് ഇരിട്ടിയിലേക്ക് വരുമ്പോൾ മനോഹരമായൊരു കാഴ്ചയുണ്ട്. വയനാടിൻ്റെയും കണ്ണൂരിൻ്റെയും അതിർത്തി പാൽച്ചുരം. ഏകദേശം 1000 അടി ഉയർത്തുന്ന ഒരു വ്യൂ പോയിൻ്റ്. പാൽച്ചുരം എത്താനായത് ചിണുങ്ങി പെയ്തിരുന്ന മഴ കനത്തു പെയ്യാൻ തുടങ്ങി. മഴത്തുള്ളികൾ നമ്മുടെ ക്യാമറയുടെ ലെൻസിൽ കയറിയിരുന്ന് ദൃശ്യങ്ങളെ മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നുണ്ട്. മുൻപിതിലേ വരുമ്പോൾ ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴത് കാണാനില്ല. പാൽച്ചുരം ജംഗ്ഷനിൽ റോഡ് സ്ട്രേറ്റും റൈറ്റുമായി തിരിയുന്നുണ്ട്. സ്ട്രേറ്റ് പോയാലും റൈറ്റ് പോയാലും നമ്മൾ ഇരിട്ടിയിലെത്തും. നമ്മളിപ്പോൾ റൈറ്റ് പോയിട്ട് പാൽച്ചുരത്തിൻ്റെ വ്യൂ പോയിൻറ്റും കണ്ട് തിരിച്ച് വന്ന് സ്ട്രേറ്റ് പിടിച്ച് ഇരിട്ടിയിലേക്കാണ് പോകുന്നത്. റോഡിന് ഇരുവശവും തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ അതിമനോഹരമായ മൊട്ടക്കുന്നുകൾ കാണാം. ഈ തേയിലത്തോട്ടങ്ങളുടെ കഥ പിന്നീട് പറയാം. പാൽച്ചുരം വ്യൂ പോയിൻറ്റിൽ നിന്നും നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കൊട്ടിയൂരിൻ്റെ ഗ്രാമപ്രദേശങ്ങളും ആർളം വന്യജീവി സങ്കേതത്തിൻ്റെ വനപ്രദേശമാണ്. എന്നാൽ ഇന്നത്തെ ഈ യാത്രയിൽ കോടമഞ്ഞ് നിറഞ്ഞത് കാരണം ആകാശവും ഭൂമിയും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ്. മൺസൂണിലെ ഇത്തരം കാഴ്ചകളും അതിമനോഹരമാണ്. കുറച്ചുകൂടി താഴേക്ക് ചുരമിറങ്ങുമ്പോൾ റൈറ്റ് സൈഡിലായി ഇങ്ങനെയൊരു മണ്ണ് റോഡ് കാണും. ഇതുവഴി പോയാൽ അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് ഇക്കാണുന്ന ചായക്കടക്കാരൻ ചേട്ടൻ പറഞ്ഞപ്പോൾ മറ്റൊന്നും ചിന്തിച്ചില്ല. വെള്ളച്ചാട്ടം കണ്ടിട്ട് പോകാമെന്ന് കരുതി. മഴ പെയ്ത് റോഡ് മുഴുവനും ചളിവിളിയായി കിടക്കുന്നതിനാൽ വണ്ടിക്ക് പണിയിട്ടണ്ട എന്ന് കരുതി വണ്ടിയും വെച്ച് നടക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട ചായക്കടയും അടുത്തുള്ള ബിൽഡിങ്ങും കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന കാഴ്ച കാണുന്നത്. മുന്നോട്ടുള്ള റോഡ് ഓഫ് റോഡ് ജീപ്പുകൾക്കും ബൈക്കുകൾക്കും പറ്റിയതാണ്. 4 വീൽ അല്ലാത്ത കാറുകളിൽ വന്നാൽ 1.5 കിലോമീറ്റർ നടക്കേണ്ടി വരുമെങ്കിലും ഈ വഴിയിലൂടെയുള്ള നടത്തം ഒട്ടും ബോറടിപ്പിക്കുന്നതല്ല. വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ ഇവിടുന്നേ കേൾക്കാൻ തുടങ്ങി. മൂടി പുതഞ്ഞു കിടക്കുന്ന മലനിരകളും വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പലും ചാറ്റൽ മഴയും ഒരു പ്രത്യേക ഫീലിംഗാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വെള്ളച്ചാട്ടമുള്ള തോടിന് പുറകെ ഒരു ചെറിയ പാലം കാണാം. പാലത്തോട് ചേർന്ന് വലത്തോട്ട് തിരിയുന്ന ഈ കാട്ടുപാതയാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി. ഇനി മുകളിലേക്ക് കുത്തനെയുള്ള കയറ്റമാണ്. കേരള ഫോറസ്റ്റിയുടെ കീഴിൽ വരുന്ന ചെറിയൊരു കാടിനുള്ളിലാണ് നമ്മുടെ വെള്ളച്ചാട്ടം. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള യാത്ര കുറച്ച് ശ്രദ്ധിച്ചായിരിക്കണം. മഴക്കാലത്ത് ഇത്തരത്തിലുള്ള ട്രെക്കിംഗ് ഏരിയയിൽ തോട്ടാപ്പുഴ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാനേതായാലും അതിനെ ഇപ്പോഴൊന്നും ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് ചെന്ന് വെള്ളച്ചാട്ടവും കണ്ട് ഇരിട്ടിയിലേക്ക് വെച്ച് പിടിക്കാനാണ് പ്ലാൻ. വെള്ളം കലങ്ങിയാണ് ഒഴുകുന്നത്. നിലയ്ക്കാത്ത മഴ പെയ്യുന്നതിൻ്റെ ലക്ഷണമാണത്. കല്ലുകളെല്ലാം പായൽ പിടിച്ച് തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. ചായക്കടയിലെ ചേട്ടൻ പറഞ്ഞപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇവിടെ വരെ വന്നതിന് മുതലായി ഒരു പെർഫെക്റ്റ് ഷോട്ട് കിട്ടി. എൻ്റെ ഈ ഫ്രെയിം കണ്ടിട്ട് ബാഹുബലിയിലെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ടെന്ന് നമ്മുടെ കൂടെയുള്ള സുഹൃത്ത് ദിജീഷ് പറഞ്ഞു. പറഞ്ഞത് സത്യമാണെങ്കിലും പുളുവാണെങ്കിലും അധിക നേരം ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ലാത്തതില്ല. കയറിയത്ര കയറ്റവും പെട്ടെന്നിറങ്ങി റോഡിൽ വന്ന് നമ്മുടെ വണ്ടി ലക്ഷ്യമായി നടക്കുമ്പോഴാണ് കാലിൽ പതിവില്ലാത്തൊരു വേദന. പുഴയടിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പുഴുവാണെന്ന കാര്യം ഉറപ്പാക്കി ജീൻസ് പതുക്കെ ഉയർത്തി നോക്കുമ്പോൾ ദാ ഇവൻ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ പാൽച്ചുരത്തോട് വിട പറയാൻ പോവുകയാണ്. കൊറോണ മൂലം യാത്രക്കാരില്ലാത്തതിനാൽ പട്ടിണിയായ ഒരു കൂട്ടം കുരങ്ങന്മാരെ വഴിയിൽ കാണാം. യാത്രക്കാരെല്ലാവരും പച്ചക്കപ്പ് കൊടുത്തത് വളരെയധികം സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. കാലവർഷം പിടിച്ച കാടിനുള്ളിൽ പട്ടിണിയാണ്. നമ്മളിങ്ങോട്ട് ചുരം ഇറങ്ങിയ വഴിയിലൂടെ തിരിച്ചു കയറുകയാണ്. പാൽച്ചുരത്തിന് 5 ഹെയർപിൻ വളവുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും ഇതൊരു അപകടം പിടിച്ച ചുരമാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള മൺസൂൺ സമയത്ത് ഇവൻ പലപ്പോഴും പണിമുടക്കും. മാനന്തവാടിയും ഇരിട്ടിനും ബന്ധിപ്പിച്ചുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകളൊന്നും സർവീസ് നടത്തുന്നില്ലെങ്കിലും നമ്മുടെ ആനവണ്ടി അതൊരു സ്ഥിരം കാഴ്ചയാണ്. ഒരു സൈഡ് അഗാധമായ കൊക്കയും മുകളിലിടിഞ്ഞു വീഴാറായ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നമ്മുടെ ആനവണ്ടിയിൽ അങ്ങനെ ചുരം ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ട്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ഫീലിംഗ്. നേരത്തെ റൈറ്റ് എടുത്ത് പാൽച്ചുരത്തിലേക്ക് തിരിഞ്ഞ ജംഗ്ഷനിലെത്തി നമ്മൾ. ഇനി നെടുമ്പോയി വഴി ഇരിട്ടിയിലേക്ക്. ഈ വഴി ഒരുപാട് തവണ ഇരിട്ടിയിലേക്ക് പോയിട്ടുണ്ട്. പാൽച്ചുരം ഇറങ്ങിയാൽ പെട്ടെന്ന് ഇരിട്ടിയിലെത്താമെങ്കിലും എനിക്കെന്നും പ്രിയപ്പെട്ടത് ഈ കാട്ടുപാതയാണ്. കാരണം ഇവൾക്കൊരു വശ്യതയുണ്ട്, ഒരു നനുത്ത വശ്യത. പോയാൽ വീണ്ടും വീണ്ടും ഇവിടേക്ക് എത്തിക്കുന്ന ഒന്ന്. അത് ഇതുപോലുള്ള മഴക്കാലമായ ഒന്ന് പറയുകയേ വേണ്ട. കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന വളവുകളും കാടിനുള്ളിലെ ചെറിയ ഉറവുകൾ ഒന്നിച്ചൊഴുകി നീർച്ചാലായി ഉണ്ടാക്കുന്ന ശബ്ദങ്ങളും കേട്ടുകൊണ്ട് മഴ നനഞ്ഞിട്ടൊരു യാത്ര. ഇനി നിങ്ങൾ വയനാട്ടിൽ നിന്നും ഇരിട്ടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇതുവഴിയൊന്ന് വരണം. ഈ യാത്രയുടെ രസം യഥാർത്ഥത്തിൽ അനുഭവിച്ചറിയണം. അധികം വേഗതയിലൊന്നും ഇതിൽ വണ്ടി ഓടിക്കരുത്, പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത്.
റോഡിൽ പായൽ പിടിച്ച സ്ഥലങ്ങളിൽ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. എതിരെ വരുന്ന വണ്ടിക്കാരും നാട്ടുകാരും തരുന്ന നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കണം. കാരണം ഒരു വളവ് വളഞ്ഞ് തിരിയുമ്പോൾ പെട്ടെന്ന് മുന്നിൽ തുമ്പിക്കൈ ഉയർത്തി നിൽക്കുന്ന കാട്ടാനക്കൂട്ടത്തെയോ മറ്റു വന്യമൃഗങ്ങളെയോ ആയിരിക്കും കാണുക. അതുണ്ടാവാതിരിക്കാൻ എതിരെ വരുന്ന വണ്ടിക്കാർ ഇപ്പോൾ അതിൽ പോകരുതെന്ന് പറഞ്ഞാൽ അപ്പം തിരിച്ചോണം. സാഹസികതയേക്കാൾ വലുത് നമ്മുടെയൊക്കെ ജീവനാണ്. നമ്മളിപ്പോൾ നെടുമ്പോഴി ചുരത്തിൻ്റെ ടോപ്പിലാണുള്ളത്. ഈ ചുരത്തിന് മുകളിൽ നിന്നും ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു ഈ കോടമഞ്ഞില്ലായിരുന്നെങ്കിൽ. ഇനി അങ്ങോട്ട് ഹെയർപിൻ വളവുകളോടുകൂടിയ ഇറക്കമാണ്. ഈ ചുരവും കോടമഞ്ഞും ഒക്കെ കണ്ടും അനുഭവിച്ചും നമ്മളെത്തുന്നത് നെടുമ്പോയി എന്നൊരു ചെറിയ കവലയിലാണ്. ബത്തേരിയിൽ നിന്നും മാനന്തവാടിയിൽ നിന്നും ഒക്കെ ചുരം ഇറങ്ങി വരുന്ന വലിയ ലോറികളും മറ്റു വാഹനങ്ങൾക്കും ഒക്കെ ഒരു ചെറിയ ഇടത്താവളം. നമ്മളേതായാലും ഇവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു 3 കൂടിയ ജംഗ്ഷനാണ്. ഒന്ന് നമ്മൾ വന്ന വഴി, ലെഫ്റ്റ് തിരിയുന്നത് കൂത്തുപറമ്പിലേക്കും റൈറ്റ് തിരിയുന്നത് ഇരിട്ടിയിലേക്കുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റൈറ്റ് പിടിച്ചു. അങ്ങനെ ഒരു 20 കിലോമീറ്റർ കൂടി പിന്നിട്ടപ്പോൾ മുന്നിലൊരു T ജംഗ്ഷൻ കിട്ടി. ഇതാണ് വയനാട്ടിൽ നിന്നും ഇരിട്ടിയിലേക്കുള്ള എൻട്രൻസ്. ഈ ജംഗ്ഷനൊരു പേരുണ്ട്, പൈൻചേരി മുക്ക്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ ഇരിട്ടി ടൗണിലേക്കും ലെഫ്റ്റ് തിരിഞ്ഞ് 15 കിലോമീറ്റർ പോയാൽ മട്ടന്നൂരുമാണ്. അവിടെ നിന്നാണ് കണ്ണൂരിലേക്കും തലശ്ശേരിയിലൊക്കെ തിരിഞ്ഞു പോകുന്നത്. കണ്ണൂർ പുതിയ വന്ന എയർപോർട്ടും മട്ടന്നൂർ തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് ഇരിട്ടി ടൗണിലേക്കാണ്. കേരളത്തിലെ ഇടത്തരം ടൗണുകൾക്കെല്ലാം അത്യാവശ്യം ബോറടിപ്പിക്കുന്ന ഭംഗിയായതിനാൽ നമ്മളിവിടെ നിൽക്കുന്നില്ല. ടൗണിൻ്റെ അവസാന ഭാഗത്തായി ഇരിട്ടിയെ തഴുകിയൊഴുകുന്ന പുഴയും പുഴയ്ക്ക് കുറുകെ തലയെടുപ്പോട് കൂടി നിൽക്കുന്ന ബ്രിട്ടീഷ് പാരമ്പര്യമുള്ള ഒരു പാലവുമുണ്ട്. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. വിദൂരത്തായി കോടമഞ്ഞിൻ്റെ പുക പരത്തി നിൽക്കുന്ന ഇരിട്ടിയിലെ മലനിരകളും കാണാം. ഈ കാണുന്നതാണ് ഇരിട്ടി പാലം. അടുത്ത് കാണുന്നത് പുതിയ പാലമാണ് കേട്ടോ. പാലത്തിൻ്റെ പുഴയുടെയും ടൗണിൻ്റെയൊക്കെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ആ കാണുന്ന മലയുടെ മുകളിൽ കയറണം. മുൻപ് ഇരിട്ടിയിലേക്ക് വരുമ്പോൾ നമ്മുടെ പഴയ പാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ പാലം കളർഫുള്ളായി വന്നെങ്കിലും എനിക്കിഷ്ടം വലിയ വാഹനങ്ങൾ കയറുമ്പോൾ നന്നായി കുലുങ്ങുന്ന ആ പഴയ പാലത്തിൽ തന്നെയാണ്. പാലം കടന്നാൽ വഴി 2ആയി തിരിയുന്നുണ്ട്. റൈറ്റ് തിരിയുന്നത് കൂട്ടുപുഴയിലേക്കും മൈസൂരിലേക്കുമാണ്, ലെഫ്റ്റ് തിരിയുന്നത് തളിപ്പറമ്പിലേക്കുമാണ്. നമ്മളിപ്പോൾ കയറാൻ പോകുന്ന മലയ്ക്കും ഒരു പേരുണ്ട്, ഇരിട്ടിക്കുന്ന്. ഇതാണ് ഇരിട്ടിക്കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച. താഴെ കുലം കുത്തി ഒഴുകുന്ന ഇരിട്ടിപ്പുഴയും ഇരുകരയും ബന്ധിപ്പിച്ച് 2 പാലങ്ങളും, അതിനപ്പുറം ഇരിട്ടി എന്ന ചെറിയ മലയോര പട്ടണവും. ഈ 2 കരയും ബന്ധിപ്പിക്കുന്ന ആദ്യ പാലം ഇവ രണ്ടുമായിരുന്നില്ല. 933 ഈ പാലം ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചത്. അതിനു മുമ്പുള്ള പാലത്തിൻ്റെ സ്ഥാനം അവിടെയായിരുന്നു. അന്നത്തെ പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ വെള്ളത്തിനടിയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഇരിട്ടിയിലൊരു പാർക്കുള്ളതായി കാണാം, പെരുമ്പറമ്പ് മഹാത്മാഗാന്ധി പാർക്ക്. അവിടേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. പലപ്പോഴായി ഇരിട്ടി പാലത്തിന് മുകളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിൽ ഉരുണ്ടുകൂടിയ ഒരാഗ്രഹമാണ് പാലത്തിൻ്റെ അടിഭാഗവും തൂണിൻ്റെ മനോഹരമായ സ്ട്രക്ചറും താഴെ ഇറങ്ങി ചെന്നൊന്ന് കാണണമെന്നത്. നിരയൊപ്പിച്ച് കരിങ്കല്ലടുക്കിയിരിക്കുന്ന തൂണ് അതിൻ്റെ മുകൾ ഭാഗത്തെ പോലെ തന്നെ എത്ര മനോഹരമാണെന്ന് നോക്കൂ. പാലമാണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും അതൊരു കലാസൃഷ്ടിയാവുന്നത് അതിൻ്റെ പൂർണ്ണതയിലാണ്. പാലത്തിന് മുകളിലൂടെ പോകുന്നവരാരും തന്നെ തൂണിൻ്റെ നിർമ്മിതിയെക്കുറിച്ചോ അതിൻ്റെ ഭംഗിയെക്കുറിച്ചോ വ്യാകുലപ്പെടാറില്ല. പിന്നെ എന്തിന് അവർ ഇത്ര നിർബന്ധ ബുദ്ധിയോടെ ഇത്രയും മനോഹരമായി നിർമ്മിച്ചു എന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു പാലം അതൊരു കലാസൃഷ്ടിയാകുന്നതിൻ്റെ ഉദാത്തമായ തെളിവാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു എഞ്ചിനീയർ ഒരു കലാകാരനാകുന്നതും ഇവിടെയാണ്. ഒരു പാലം കേവലം കുറച്ച് വാഹനങ്ങൾക്ക് പുഴ കടക്കാൻ മാത്രമുള്ളതാണെന്ന തോന്നലിൽ ഉടലെടുത്താണ് പുതിയ പാലം എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. 100-400 വർഷം മുൻപ് സായിപ്പ് ചെയ്തതിനേക്കാൾ അല്ലെങ്കിൽ അത്രയെങ്കിലും മനോഹരമായ ഒരു സൃഷ്ടി നമുക്കെന്താണ് ചെയ്യാൻ കഴിയാതെ പോകുന്നത്? നമുക്കേതായാലും പുഴയുടെ മനോഹാരിതയും ആസ്വദിച്ചുകൊണ്ട് ഗൂഗിൾ കാണിക്കുന്ന മഹാത്മാഗാന്ധി പാർക്ക് ലക്ഷ്യമാക്കി പോകാം. ഇരിട്ടിയിൽ നിന്ന് കേവലം 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം കാണിക്കുന്നത്. പെരുമ്പറമ്പ് സ്കൂൾ കഴിഞ്ഞ് ഫസ്റ്റ് ലെഫ്റ്റ് എടുത്ത് ഇറങ്ങിയപ്പോൾ വിജനമായ സ്ഥലമെത്തിയപ്പോൾ ഗൂഗിൾ പറഞ്ഞു ഡെസ്റ്റിനേഷൻ എത്തിയെന്ന്. ഗൂഗിൾ ചതിച്ചാണോ പാർക്ക് ചതിച്ചാണോ എന്നറിയാതെ അന്തം വിട്ട് എന്ന എൻ്റെ മുന്നിൽ രക്ഷകനായി എത്തിയത് അടുത്ത ഒരു ചേട്ടാണ്. നമ്മുടെ നായനാ സഖാവ് 2ാം തവണയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ കാലത്താണ് ഈ പാർക്ക് നിർമ്മിച്ചത്. അതായത് 1990-ലാണ് പാർക്ക് ഉദ്ഘാടനം നടന്നത്. വേണ്ട രീതിയിൽ നോക്കി നടത്താത്തതിനാൽ വർഷങ്ങളായി കാട് കയറി കിടക്കുകയാണ്. എന്തായാലും നമുക്ക് ചുറ്റി നടന്ന് കാണാം. അന്നത്തെ നിർമ്മിതിയാണെന്ന് തോന്നുന്നു. ഇടിഞ്ഞുപോയ ഒരു മതിലിൻ്റെ അവശിഷ്ടങ്ങൾ, എന്തൊക്കെയോ രൂപങ്ങളുടെ അവശിഷ്ടങ്ങളും 8-10 വർഷങ്ങൾക്കുള്ളിൽ വെച്ചാണെന്ന് തോന്നുന്ന കുറേ അക്കേഷ്യ മരങ്ങളും കാണാം. 4 ഏക്കറോളം വിസ്തൃതി വരുന്ന ഈ പാർക്ക് ഇന്നും നിലനിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇരിട്ടിയുടെ ടൂറിസം ചരിത്രം തന്നെ മാറുമായിരുന്നു. കടുത്ത വേനലിൽ കണ്ണൂരിലെ പല ടൗണുകളുടെയും കുടിവെള്ള സ്രോതസ്സായ പഴശ്ശി ഡാമിൻ്റെ റിസർവോയറാണിത്. ഇവിടെ മനോഹരമായൊരു പാർക്കും പുഴയിലേക്ക് കണ്ണും നട്ടങ്ങനെ ഇരിക്കാൻ കുറച്ച് ഇരിപ്പിടങ്ങളും ഒക്കെ ഒരുക്കി കഴിയുന്ന ഒരു ദിവസം. ഇതിൻ്റെ കുളിർക്കാറ്റേക്കാൾ ഞാൻ ഇനിയും വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇരിട്ടിയോട് തൽക്കാലം വിട പറയുന്നു.